ഹായ് കൂട്ടുകാരെ, നമസ്കാരം. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ലഭിച്ചിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ലെസണിലേക്ക് പോകാം. ഫസ്റ്റ് ലെസൺ, മെഡീവൽ ഇന്ത്യ, മധ്യകാലഘട്ട ഇന്ത്യ ചരിത്രം. Observe the figure given below. These are the historical relics of two kingdoms that ruled medieval India. അപ്പം മെഡീവൽ ഇന്ത്യയിലെ രണ്ട് ചരിത്ര സ്മാരകങ്ങളാണ് നമുക്ക് ഈ പിക്ചറിൽ കാണാൻ കഴിയുന്നത്. ഫസ്റ്റ് വൺ, റെഡ് ഫോർട്ട്. ദ ഫസ്റ്റ് ഫിഗർ ഈസ് റെഡ് ഫോർട്ട് ബിൽറ്റ് ഇൻ ഡൽഹി ഡ്യൂറിങ് ദ റെയിൻ ഓഫ് മുഗൾ എംപറർ ഷാജഹാൻ. ഷാജഹാൻ്റെ സമയത്ത് മുഗൾ പീരീഡിൽ നിർമ്മിച്ചിരിക്കുന്ന റെഡ് ഫോർട്ട്. സെക്കൻഡ്, ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് വിജയനഗര എംപയർ ഡ്യൂറിങ് ദിസ് പീരീഡ്. മെഡീവൽ പീരീഡിൽ തന്നെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റൊരു സാമ്രാജ്യമായിരുന്നു വിജയനഗര എംപയർ. ആ സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലായ ഹംപി. അപ്പോൾ ഈ പിക്ചറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മെഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ചാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. മുഗൾ റൂൾ. ബാബർ എസ്റ്റാബ്ലിഷ്ഡ് ദ മുഗൾ റൂൾ ഇൻ 1526. ദ മുഗൾ ഇന്ത്യ റൂൾഡ് ടിൽ 1857 വിത്ത് ഡൽഹി ആസ് ദെയർ ക്യാപിറ്റൽ. 1526 ബാബർ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചു. 1857 വരെ ഡൽഹി ക്യാപിറ്റലായി മുഗൾസ് ഇന്ത്യ ഭരിക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട മുഗൾ റൂളേഴ്സ് ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസീബ്. The Mughal had a very vast kingdom. In addition to today's India, the Mughal rule had spread to neighboring countries also. അപ്പോൾ മുഗളന്മാർക്ക് അതിവിശാലമായിട്ടുള്ള ഒരു സാമ്രാജ്യം ഇന്ത്യയിൽ ഉണ്ടായി. ഇന്ത്യയിൽ മാത്രമല്ല അയൽ രാജ്യങ്ങളിലേക്കും ഈ സാമ്രാജ്യം വ്യാപിച്ചു കിടന്നിരിക്കുന്നു. ഏതൊക്കെ രാജ്യങ്ങളിലാണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലേക്കും ഇന്ത്യയുടെ മുഗൾ സാമ്രാജ്യം വ്യാപിച്ചു കിടന്നിരുന്നു. മുഗൾസ് ആൻഡ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ദ നെയിം മുഗൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ടൈം മംഗോൾ. മംഗോൾ എന്ന് പറയുന്ന വേരിൽ നിന്നാണ് മുഗൾ എന്ന് പറയുന്ന വേര് ഉത്ഭവിച്ചത്. ബാബർ, ദ ഫൗണ്ടർ ഓഫ് മുഗൾ കിങ്ഡം, വാസ് ദ ഡിസെൻഡന്റ് ഓഫ് ടർക്കിഷ് റൂളർ തിമൂർ ആൻഡ് ചെങ്കിസ് ഖാൻ. അപ്പോൾ ചെങ്കിസ് ഖാൻ്റെയും അതേ കണക്ക് തന്നെ ടർക്കിഷ് റൂളറായിട്ടുള്ള തിമൂറിൻ്റെയും പിൻഗാമിയായിട്ടാണ് ബാബർ ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇറ്റ് വാസ് ദ യൂറോപ്യൻ ഹൂ സ്റ്റാർട്ടഡ് അഡ്രസ്സിങ് ഹിസ് ഡൈനാസ്റ്റി ആസ് മുഗൾ ഡ്യൂറിങ് ദ 16th century. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻസാണ് ഈ സാമ്രാജ്യത്തിനെ മുഗൾസ് എന്ന് വിളിച്ചത്. In 1526, Ibrahim Lodi, the last ruler of the Lodi dynasty, and Babur, the ruler of Kabul, fought at Panipat in Haryana. അപ്പോൾ 1526 ലാസ്റ്റ് ലോധി റൂളറായിട്ടുള്ള ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഇൻ 1526, പാനിപ്പട്ട് ഇൻ ഹരിയാന. In history, this battle referred as First Battle of Panipat. Babur laid the foundation of Mughal ruler in India through this victory. ഈ വിജയത്തോടു കൂടിയാണ് മുഗൾ സാമ്രാജ്യത്തിൻ്റെ അടിസ്ഥാനം ഇന്ത്യയിൽ ആരംഭിക്കാനായി ബാബറിന് കഴിഞ്ഞത്. Emperor Akbar, who shook the East, passed away. Akbar was indeed a great emperor. Even while having a great commander over his subject, they all loved him, respected him, and was always submissive to him. He administered equal justice without any distinction of high, low, cost, unfamiliar, unfamiliar. He considered Hindu, Christian, Muslim alike. He treated the strong with force and weak with മെഴ്സി. അപ്പം മുഗൾ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അക്ബർ, അല്ലേ? നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ നമ്മൾ അക്ബറിനെ അറിയപ്പെടുന്നത് അക്ബർ ദ ഗ്രേറ്റ് എന്നാണ്. അപ്പം അദ്ദേഹത്തിനെ എന്തുകൊണ്ടാണ് നമ്മൾ അക്ബർ ദ ഗ്രേറ്റ് അല്ലെങ്കിൽ അക്ബറിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് ഈ പാരഗ്രാഫിൽ നിന്ന് അറിയാൻ കഴിയുന്നത്? അക്ബർ വാസ് എ പവർഫുൾ റൂളർ, അല്ലേ? അക്ബർ പവർഫുൾ റൂളറാണ്. ഹി വാസ് എ ഗ്രേറ്റ് കമാൻഡർ. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ഒരു കമാൻഡർ ഇൻ ചീഫാണ്. ഹി അഡ്മിനിസ്ട്രേറ്റ് ഈക്വൽ ജസ്റ്റിസ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ, ഹൈ ഓർ ലോ കോസ്റ്റ്, ഫെമിലിയർ, അൺഫെമിലിയർ, അല്ലേ? പണക്കാരനൊന്നും പാവപ്പെട്ടവനോ ഇല്ല, അല്ലെങ്കിൽ കാസ്റ്റ് നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ പിന്നെ
എല്ലാ റിലീജിയനും തുല്യ അവകാശം ഇതൊക്കെ കൊടുത്തിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു അക്ബർ. അതുകൊണ്ട് ആണ് അദ്ദേഹത്തിന് എന്തെന്നറിയപ്പെടുന്നത്, അക്ബർ ദ ഗ്രേറ്റ് എന്ന് ഇന്ത്യ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. In 1575, Akbar built Ibadat Khana in his new capital ഫത്തേപൂർ സിക്രി. അദ്ദേഹത്തിൻ്റെ പുതിയ ക്യാപിറ്റൽ, അപ്പോൾ നമുക്ക് എക്സാമിന് വൺ വേർഡ് ചോദിക്കാവുന്നതാണ്. ദ ന്യൂ ക്യാപിറ്റൽ ഓഫ് അക്ബർ ദ ഗ്രേറ്റ് ഏതാണ്? ഫത്തേപൂർ സിക്രി. അപ്പോൾ 1575 അക്ബർ ഇബാദത്ത് ഖാന എന്ന് പറയുന്ന ഒരു റിലീജിയസ് ഡിസ്കഷന് വേണ്ടി ഒരു ഹാള് ഫത്തേപൂർ സിക്രിയിൽ നിർമ്മിച്ചു. ദ സ്കോളേഴ്സ് ഓഫ് ആൻഡ് ഡിസ്റ്റിഗ്നിറ്റീസ് ആർ ഓഫ് വേരിയസ് റിലീജിയൻസ് യൂസ്ഡ് ടു ഗ്യാദർ ഹിയർ. ദിസ് ഡിസ്കഷൻ സ്പീക്ക് വോളിയംസ് അബൌട്ട് അക്ബേഴ്സ് പോളിസി ഓഫ് റിലീജിയസ് ടോളറൻസ്. അപ്പം റിലീജിയസ് ടോളറൻസ് എന്താണ്, മതപരമായിട്ടുള്ള എല്ലാ ഡിസ്കഷൻസും, എല്ലാ മതത്തിൻ്റെയും ഡിസ്കഷനൊക്കെ നടന്നിരുന്നത് ഈ ഇബാദത്ത് ഖാനയിൽ വച്ചായിരുന്നു. അക്ബർ ക്രിയേറ്റഡ് ദിൻ ഇലാഹി ഹിസ് വിഷണറി റിലീജിയൻ ബൈ കമ്പൈനിങ് ദ ഗോൾ ആസ്പെക്ട്സ് ഓഫ് ആൾ റിലീജിയൻ. അപ്പോൾ ഇദ്ദേഹം എല്ലാ മതങ്ങളുടെയും നല്ല ആസ്പെക്ട്സുകൾ ഉൾക്കൊണ്ട് നിർമ്മിച്ച അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത പുതിയ മതമായിരുന്നു ദിൻ ഇലാഹി എന്ന് പറയുന്നത്. He aimed to clarify the idea that all vision are for the welfare of human beings. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് പറയാം മനുഷ്യൻ്റെ നന്മ അല്ലേ, അതാണ് എല്ലാ മതങ്ങളുടെയും ആശയം. അപ്പോൾ അത് മാത്രം ഉൾക്കൊണ്ട് എന്ത് ചെയ്തു, പുതിയ ഒരു മതത്തിനെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. The abolition of the religious tax called jizya proved that Akbar followed tolerance in administrative field as well. അപ്പോൾ റിലീജിയസ് ടാക്സ് ആയിട്ടുള്ള ജസിയ അബോളിഷ് ചെയ്തു. അപ്പോൾ അതിൽ നിന്നൊക്കെ റിലീജിയസ് ടോളറൻസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. കൂടാതെ എന്ത് ചെയ്തു, ദ പീപ്പിൾ ഫ്രം ആൾ സെറ്റ്സ് വെയർ ട്രീറ്റഡ് ഈക്വലി ഇൻ ആൾ സ്പിയർ ഓഫ് മുഗൾ റൂളർ. അപ്പോൾ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരെയും അദ്ദേഹത്തിൻ്റെ ഭരണമേഖലയിൽ ഉൾപ്പെടുത്തിയിരുന്നു. രാജാ തോഡർമാൽ, രാജാ മാൻസിംഗ്, രാജാ ഭഗവത് ദാസ്, ബീർബൽ ഇവർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ വളരെയധികം ഉയർന്ന പൊസിഷനുകൾ ലഭിച്ചിരുന്നു. ദ മുഗൾ ആർമി. During the Mughal period, a strong army was needed to expand the kingdom as well as maintain the expanded kingdom. അപ്പം മുഗൾ സാമ്രാജ്യം എന്ത് ചെയ്തു, വികസിപ്പിക്കുന്നതിന് വേണ്ടി വളരെ വിശാലമായിട്ടുള്ള ഒരു ആർമി തന്നെ നിലനിന്നിരുന്നു. മാൻസബ്ദാരി വാസ് ദ മിലിറ്ററി സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ അക്ബർ ഫോർ ദിസ് പർപ്പസ്. അപ്പം സാമ്രാജ്യ വികസനത്തിന് വേണ്ടി അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിരുന്ന സൈനിക വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് മാൻസബ്ദാരി സിസ്റ്റം. The title Mansab refers to the number of cavalry. Each officer is required to maintain. The rank of Mansab was remained by the number of soldiers to maintained. അപ്പോൾ ദ മാൻസബ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് കവൽറി ആണ്. ഈച്ച് ഓഫീസർ ഈസ് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ. അപ്പം മാൻസബ് എന്ത് ചെയ്യുന്നു, ഓരോ ഓഫീസേഴ്സിനെയും എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ദ റാങ്ക് ഓഫ് മാൻസബ് വാസ് റിട്ടേൺ ബൈ ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ്. അതുകൂടാതെ എന്ത് ചെയ്യുന്നു, സോൾജിയേഴ്സിനെ തന്നെ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം. നല്ല വെല്ലായിട്ടുള്ള സോൾജിയേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യണം. The system was implemented as alternative to maintain army paying directly from the state exchequer. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, സ്റ്റേറ്റിൽ നിന്ന് തന്നെ വളരെ നല്ല ഒരു തുക തന്നെ എന്ത് ചെയ്യുന്നു, അവർ മാറ്റി വച്ചിരുന്നു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആർമിയെ നിലനിർത്തുന്നതിന് വേണ്ടി. ദ മാൻസബ് വെയർ അലോട്ടഡ് ലാൻഡ് അക്കോർഡിംഗ് ടു ദെയർ റാങ്ക്. അപ്പോൾ ഓരോ മാൻസബ്ദാറിൻ്റെയും റാങ്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവർക്ക് ഭൂമി അനുവദിച്ചിരുന്നു. The Mansabdars maintained his army by collecting tax from land allotted to them. അപ്പോൾ അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സോൾജിയേഴ്സിനെ നിലനിർത്താൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നു, ഈ ലാൻഡ് ടാക്സ് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. The support of the nobles and military were necessary to carry forward the regime strongly. അപ്പം ഈ ആർമി അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി അപ്പം നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ആർമി നിലനിന്നിരുന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, എംപയർ എക്സ്പാൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആരുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ്, നോബിൾസിൻ്റെയും അതേപോലെ മിലിറ്ററിയുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ സപ്പോർട്ട് ഈ മാൻസബ്ദാഴ്സിന് ലഭിച്ചിരുന്നു.
മാൻസബ്ദാരി സിസ്റ്റം വാസ് ഇംപ്ലിമെൻറ്റഡ് ടു അച്ചീവ് ഹിസ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, മാൻസബ്ദാരി സിസ്റ്റം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അക്ബറിൻ്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളിൽ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് മാൻസബ്ദാരി സിസ്റ്റമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിക്കാം. നിങ്ങൾക്ക് കൂടുതൽ മുഷിച്ചിലൊന്നും വേണ്ട. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ എല്ലാവരും ടീച്ചറിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.